Good morning, all. Okay, today we are starting the third portion of most economical trapezoidal section. Okay, we already discussed the most economical sections for rectangular channel and trapezoidal channel. Okay, അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഡീൽ ചെയ്യുന്നത് ട്രപ്പിസോഡൽ സെക്ഷൻ്റെ തന്നെയാണ്. ട്രപ്പിസോഡൽ സെക്ഷൻ്റെ ടോപ്പ് വിഡ്ത്തിന്റെ കേസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സൈഡ് സ്ലോപ്പിന്റെ കാര്യം, ആ രണ്ട് കേസ് പിന്നെ എമ്മിന്റെ വാല്യൂസ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡൽ സെക്ഷന്റെ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ്, എത്രമാത്രം സൈഡ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടും. അപ്പൊ സൈഡ് സ്ലോപ്പ് ജസ്റ്റ് കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ പ്രോബ്ലത്തിലോട്ടൊന്നും ഇതിനകത്ത് കയറുന്നില്ല, നമുക്ക് ഇതിന്റെ സർക്കുലർ സെക്ഷൻ ഒക്കെ പഠിക്കണം. അപ്പൊ ജസ്റ്റ് കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സൈഡ് സ്ലോപ്പ് ഏറ്റവും സ്യൂട്ടബിൾ സൈഡ് സ്ലോപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ പറയാം. അപ്പൊ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഈ ട്രപ്പിസോഡൽ സെക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സെക്ഷൻ നോക്കുക. ഇതിനകത്ത് സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എൻ. ഓക്കെ, എൻ എന്ന് പറയുന്ന സ്ലോപ്പ് ഓഫ് അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/n ആണ്. ഓക്കെ, അപ്പൊ ആ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ട്രപ്പിസോഡൽ സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്ന ഫോർമുല എന്താ? ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ഓൾറെഡി നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ അവിടെ ക്യാൻസൽ ആക്കേണ്ട ടേംസ് ഒക്കെ ക്യാൻസൽ ആക്കിയിട്ട് എളുപ്പത്തിലൊരു ഫോർമുലയാണ് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ഓക്കെ, ടോപ്പ് വിഡ്ത്ത് പ്ലസ് ബോട്ടം വിഡ്ത്ത് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡെപ്ത്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി. ഇനി നിങ്ങൾ ഇതുപോലെ പഠിക്കണം കേട്ടോ. ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി, ദാറ്റ് ഈസ് ദ ഏരിയ ഫോർ ട്രപ്പിസോഡൽ സെക്ഷൻ, where B is the width of the trapezoidal channel, that is bottom width of the trapezoidal channel, and D is the depth of the flow, and N is the side slope. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ഒരു ബിയുടെ ഒരു ടേമിലോട്ട് നമുക്ക് മാറ്റണം. ബിയെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എയിലും ഡിയിലോട്ടും ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ നിന്ന് ബി ഇസ് ഈക്വൽ ടു എ ബൈ ഡി മൈനസ് എൻ ഡി നമുക്ക് കിട്ടും. ദെൻ വെറ്റഡ് പെരിമീറ്റർ, ഓക്കെ, ഏരിയയിൽ നിന്ന് ഒരു ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു, എ ബൈ ഡി മൈനസ് എൻ ഡി. ദെൻ വെറ്റഡ് പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? പെരിമീറ്റർ എന്ന് പറയുന്നത്, വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് വാട്ടർ ടച്ച് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പൊ രണ്ട് സൈഡിലെ സ്ലോപ്പും വരും പ്ലസ് ബോട്ടവും വരും. ഓക്കെ, ദാറ്റ് ഈസ് ബി പ്ലസ് 2d. 2 എന്ന് പറയുന്നത് രണ്ട് സൈഡ്, ഡി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ ലെങ്ത്. ഓക്കെ, 2d റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ ആണ് പെരിമീറ്റർ. ഓക്കെ, ഈ പെരിമീറ്ററിനകത്ത് നമ്മൾ ബിയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെരിമീറ്ററിന്റെ ബിയുടെനകത്ത് നമ്മൾ ഏരിയയിൽ നിന്ന് കിട്ടിയ ബി വാല്യൂ നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു ബിക്ക് പകരം എ ബൈ ഡി മൈനസ് എൻ ഡി. എ ബൈ ഡി മൈനസ് എൻ ഡി എന്ന് പറയുന്നത് ഇവിടെ ബിയുടെ വാല്യൂ ആണ്, പ്ലസ് ബാലൻസ് ടേം 2d റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡൽ സെക്ഷന്റെ സൈഡ് സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ടേംസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം. അപ്പൊ നമുക്ക് ഏരിയയും ഡെപ്തും ഇതിനകത്ത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കാൻ പോവാണ്. അപ്പൊ ഏരിയയും ഡെപ്തും കോൺസ്റ്റന്റ് ആയ ആകെ വേരിയബിൾ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഡി ആണ്. Okay, for the most economical trapezoidal section, the depth of flow D and the area A are constant. Then n is the only variable. Okay, ഈ ഫിഗർ ഈ ഒരു equationൽ നിന്ന് n മാത്രമാണ് വേരി ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ കിട്ടണമെങ്കിൽ പെരിമീറ്റർ ഷുഡ് ബി മിനിമം ആയിരിക്കണം. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി എൻ ഈസ് ഈക്വൽ ടു 0. എൻ വേരിയബിൾ n ആയതുകൊണ്ട് ഡി പി ബൈ ഡി എൻ ഈസ് ഈക്വൽ ടു 0. ആദ്യമൊക്കെ ഡെപ്ത് വേരി ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഡി പി ബൈ ഡി ഡി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്നത്. സൈഡ് സ്ലോപ്പ് കാണാൻ വേണ്ടി ഏരിയയും ഡിയും കോൺസ്റ്റന്റ് ആക്കുക. ദെൻ വേരിയബിൾ ടേം എന്ന് പറയുന്നത് എൻ മാത്രമായിരിക്കും വേരിയബിൾ ടേം. ഇനി ഇക്വേഷനെ ഇൻ ടേംസ് ഓഫ് എന്നിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡി ബൈ ഡി എൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എ ബൈ ഡി മൈനസ് എൻ ഡി പ്ലസ് 2d റൂട്ട് ഓഫ് 1 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ ബൈ ഡി എ ചെയ്യുമ്പോൾ എ കോൺസ്റ്റന്റ് ആണ്, ബാക്കി വരുന്നത് 1. എ ബൈ ഡി എന്ന് പറയുന്ന ടേംസ് ഇത് എയും ഡിയും കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് 0 ആവും. മൈനസ് എൻ ഡി എന്ന് പറയുമ്പോൾ മൈനസ് ഡി വരും. ഓക്കെ, പ്ലസ് ഈ രണ്ടാമത്തെ ടേം ചെയ്യുമ്പം 2d 1/, ആദ്യമേ റൂട്ടിന്റെ അകത്ത് റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 1, പിന്നെ എൻ സ്ക്വയറിനെ ചെയ്യുമ്പോൾ പ്ലസ് റൈസ് ടു ഹാഫ് മൈനസ് 1 വരും ഇൻറ്റു 2n. എൻ സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2n. ഓക്കെ, നിങ്ങൾ ഡിഫറൻഷിയേഷൻ പഠിച്ചതാണ്, അപ്പൊ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈക്വൽ ടു 0 ഇടാം. ഇനി ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് വരുമ്പോൾ ഫുള്ളി സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ ടേംസ് ക്യാൻസൽ ആയിപ്പോൾ ബാലൻസ് വരുന്നത് നമ്മളുടെ ഈ ഡി എന്ന് പറയുന്ന ടേം നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴേ ഈ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇതും കൂടെ ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കണം. ഇനി എൻ എല്ലാം ബാക്കി നമുക്ക് വേരി ചെയ്യുന്ന ടേം എൻ മാത്രമാണ് അവിടെ അൺനോൺ ആയിട്ട് കിടക്കുന്നത്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ എൻ വാല്യൂ ഈസ് ഗെറ്റിംഗ് ആസ് 1/√3.
ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മളുടെ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡൽ ചാനലിന്റെ സൈഡ് സ്ലോപ്പ് കാണാൻ വേണ്ടി ആദ്യമേ ഏരിയ കണ്ടുപിടിക്കുക, ഏരിയയിൽ നിന്ന് ബി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, ബി ഇൻ ടേംസ് ഓഫ് എയിൽ വെക്കുക, ദെൻ പെരിമീറ്ററിന്റെ ഫോമിൽ എഴുതുക, പെരിമീറ്ററിനകത്ത് ബിയുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഇൻ ടേംസ് ഓഫ് എന്നിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ ഈസ് എത്ര കിട്ടും? 1/√3. എന്നിന്റെ വാല്യൂ ആണ് 1/√3. ഓക്കെ, ഇനി നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/n ആണ്. ഈ ഫോമുല ഈ ഒരു ഫിഗറിൽ നിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/n എന്ന് എടുക്കുക. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? 1/√3. അപ്പൊ 1/1/√3 എന്ന് പറയുമ്പോൾ ഈ √3 ന്യൂമറേറ്ററിലോട്ട് പോകും. ദാറ്റ് മീൻസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം ടാൻ √3 എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 60 ആണ് √3. ആൻഡ് തീറ്റയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? 60 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യം നോട്ട് ചെയ്യുക. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷന്റെ എന്നിന്റെ വാല്യൂ 1/√3യും അവിടുത്തെ ആംഗിളിന്റെ വാല്യൂ ദാറ്റ് ഇസ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ വാല്യൂ 60 ഡിഗ്രിയും ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് പിന്നെ ഏതെങ്കിലും എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇതിനകത്തുനിന്ന് വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല, അറിഞ്ഞു വെച്ചിരിക്കുക. മോസ്റ്റ് സൈഡ് സ്ലോപ്പിന്റെ ഒരു തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫ്ലോ ത്രൂ സർക്കുലർ ചാനൽ. അപ്പൊ ഇതിന്റെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ സർക്കുലർ ചാനൽ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് സർക്കുലർ ചാനൽ എന്താണ്, അത് ഓപ്പൺ ചാനൽ ആണോ ക്ലോസ്ഡ് ചാനൽ ആണോ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന എങ്ങനെ, പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന എങ്ങനെ, ഡെപ്ത് കണ്ടുപിടിക്കണം, അത്രയും ഫോർമുലാസ് നമുക്കൊന്ന് നോക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ജസ്റ്റ് പ്രോബ്ലംസ് മാത്രം ചോദിക്കുകയും ചെയ്യും. മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷൻ ഇല്ലാതെ സർക്കുലർ ചാനലിന്റെ പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമേ ഞാൻ ചെയ്യുന്ന എക്കണോമിക്കൽ സെക്ഷന്റെ കാര്യമല്ല പറയുന്നത്, ജസ്റ്റ് ഒരു സർക്കുലർ സെക്ഷനകത്ത് വരുന്ന ഏരിയയും പെരിമീറ്ററിന്റെ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സർക്കുലർ ചാനൽ തന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വാട്ടർ ഉണ്ട്. ഓക്കെ, ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡെപ്തിലെ വാട്ടർ ഉള്ളു, അതിന്റെ സെന്ററിൽ നിന്ന് താഴെ നിൽക്കുകയാണ് വാട്ടറിന്റെ ലെവല്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു ഓപ്പൺ ചാനൽ ആണെന്ന്. ഓൾറെഡി ഓപ്പൺ ചാനലിൽ പറഞ്ഞാണ് ഈ സീവേഴ്സിന്റെ ഒക്കെ സർഫസിനകത്ത് വാട്ടർ ഇല്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അവിടെ. അപ്പൊ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ക്ലോസ് എന്താ കോണ്ടാക്ട് വന്നതുകൊണ്ട് നമുക്ക് പറയാം അതൊരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണെന്ന് പറയാം. ഓക്കെ, the flow of a liquid through a circular pipe when the level of liquid in the pipe is below the top of the pipe is classified as open channel flow. The rate of flow through the circular channel is determined from the depth of flow and angle subtended by the liquid surface at the center of the circular channel. ഓക്കെ, നമുക്കിവിടെ സമയം ഒരുപാട് ഇല്ല പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഈ ഒരു കേസ് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. നമ്മളുടെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് വാട്ടർ ലെവൽ നിൽക്കുന്നത്. അല്ലാതെ ഇതിന് മുകളിലോട്ട് വാട്ടർ ലെവൽ പോകുന്നതിന്റെ ഫോർമുലാസ് ഇക്വേഷൻ മീൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ടെക്സ്റ്റിന്റെ ഒരു PDF നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പൊ ബാക്കി പ്രോബ്ലംസ് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ലെവല് സെന്ററിൽ നിന്ന് താഴെ നിൽക്കുകയാണ്. ഇനി ആ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് നമുക്ക് രണ്ട് കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് ഓഫ് ഫ്ലോ, എത്രമാത്രം ഡെപ്തിലാണ് വാട്ടർ നിൽക്കുന്നത്, പിന്നെ ആ ഒരു ഡെപ്തും അല്ല ആ ഒരു വാട്ടർ ലെവലും സെന്ററും തമ്മിലുള്ള ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമുല ചെയ്യുന്നത്. ഓക്കെ, എയും ബിയും ആണ് നമ്മുടെ വാട്ടർ ലെവൽ. എ സെന്ററുമായിട്ട് ബിയും സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 2 തീറ്റ ആയിട്ട് എടുക്കുക. അപ്പൊ ഹാഫ് എന്ന് പറയുന്നത് തീറ്റ. ഓക്കെ, അത്രയും ആദ്യം ഫിഗറിൽ വരച്ചിരിക്കുക. ഡി എന്ന് പറയുന്നത് ആ ഒരു സർക്കുലർ ചാനലിലുള്ള ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ഡി. Okay, where d is the depth of water, 2 theta is the angle subtended by the water surface AB at the center of the center in radians. Okay, radians ilana 2 theta തന്നിരിക്കുന്നത്. And then R is the radius of the channel. നമ്മൾ നോക്കി O A എന്ന് പറയുന്നത് O B എന്ന് പറയുന്നത് സർക്കുലറിന്റെ റേഡിയസിന് ഈക്വൽ ആണ്, അല്ലെ ഒരു ചാനലിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, വെറ്റഡ് പെരിമീറ്റർ. അപ്പൊ ഇവിടുത്തെ വെറ്റഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഈ ഒരു സെക്ടർ എടുക്കുക. എന്നൊക്കെ OADB, ഇതൊരു സെക്ടർ ആണല്ലോ. OADB ഈ ഒരു സെക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വെറ്റഡ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഒരു എന്താ സർക്കുലർ പൈപ്പിന്റെ അല്ലെ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ 2πr ഇൻറ്റു നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് വേണം സെക്ടറിന്റെ ഒക്കെ കണ്ടുപിടിക്കാൻ. 2πr ഇൻറ്റു തീറ്റ ബൈ 360 എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 2 തീറ്റ ആണ് ടോട്ടൽ ആംഗിൾ. അപ്പൊ 2 തീറ്റ ബൈ 360 വരെ നമുക്ക് 2π എന്ന് റെപ്രസെന്റ് ചെയ്യാം. റേഡിയനി പറയുവാണെങ്കിൽ പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ 2π എന്ന് എഴുതാം.
അതാണ് നമ്മളുടെ വെക്റ്റഡ് പെരിമീറ്റർ. അപ്പൊ P is equal to 2πr into 2 theta by 2π. ഓക്കെ, ഇത് അടുത്തായിട്ട് നിന്നേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു, അപ്പൊ പൈ ക്യാൻസൽ ആവും, പൈ ക്യാൻസൽ ആവും, 2ഉം ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി വരുന്നത് നമുക്ക് 2r തീറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. നമ്മളുടെ സർക്കിളിന്റെ ലെവൽ ബിലോ നിൽക്കും, വാട്ടർ ലെവൽ ബിലോ നിൽക്കുവാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2r തീറ്റ ആണ് പെരിമീറ്റർ. 2r തീറ്റ. ഓക്കെ, കാരണം പിന്നെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇത് ഡെറൈവ് ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഡയറക്റ്റ് പഠിച്ചു വെച്ചിരിക്കുക 2r തീറ്റ. ദെൻ വെറ്റഡ് ഏരിയ. വെറ്റഡ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ഇത്രയും പോർഷൻ, ഇപ്പൊ ഈ ഒരു സെക്ടർ കംപ്ലീറ്റ് ആവത്തില്ല. ഈ ഒരു സെക്ടർ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ, ദാറ്റ് മീൻസ് സെക്ടർ ഏതാ, ഒ എ ഡി ബി ഒ, ഇതാണ് നമ്മളുടെ സെക്ടർ. വാട്ടർ ലെവൽ എന്ന് പറയുന്നത് എ ബി വരെയുള്ളൂ, ദാറ്റ് ഈസ് എ സി ബി ഡി, അല്ലെ എ ഡി ബി സി, ഇതാണ് നമ്മളുടെ വെറ്റഡ് ഏരിയ. അപ്പൊ ഈ സെക്ടറിൽ നിന്ന് ഈ മുകളിലുള്ള ട്രയാങ്കിളിന്റെ പോർഷൻ അത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറ്റഡ് ഏരിയ ഇവിടെ കിട്ടും. അപ്പൊ അതാണ് ഇവിടെ ഫോർമുല എഴുതിയിരിക്കുന്നത്. ദ ഏരിയ ഓഫ്, നമുക്ക് വേണ്ട ഏരിയ എ ഡി ബി എ. വെള്ളം എത്ര പോർഷൻ നിൽപ്പുണ്ടോ അത്രയും പോർഷന്റെ ഏരിയ മതി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ആദ്യമേ സെക്ടറിന്റെ ഏരിയ കൺസിഡർ ചെയ്യുക മൈനസ് ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ സെക്ടർ ഒ എ ഡി ബി ഒ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒ എ ബി, അല്ലെ എ ബി ഒ, എങ്ങനെ വേണേലും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഓരോ നോക്കാം. ആദ്യമേ സെക്ടറിന്റെ ഏരിയ എഴുതുക. സെക്ടറിന്റെ പെരിമീറ്റർ എഴുതിയതുപോലെ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു 2 തീറ്റ ബൈ 2π മൈനസ്, നമുക്ക് ട്രയാങ്കിളിന്റെ അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്, ബേസ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഒ സി ആണ്. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യും, 2ഉം ക്യാൻസൽ ആവും, പൈയും ക്യാൻസൽ ചെയ്യും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ആർ സ്ക്വയർ തീറ്റ വരും. സെക്ടറിന്റെ ഏരിയ ആർ സ്ക്വയർ തീറ്റ. ഓക്കെ, മൈനസ് എ ബി എന്ന് പറയുന്നത്, ഓക്കെ, എ ബി എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്, ടോട്ടൽ എന്താ ലെങ്ത് ആണ്. അതിനെ നമ്മൾ ഹാഫ് ആക്കുക. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബി സി ആയിട്ട് എടുക്കുക. എ ബി എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കുക, 2 ടൈംസ് ബി സി ആയിട്ട് എടുക്കുക. ഓക്കെ, ഇൻറ്റു ഒ സി. ഓക്കെ, ഡിവൈഡ് ബൈ 2, അത്ര എഴുതുക. ഇനി നമുക്ക് ഈ ആംഗിൾ ഉണ്ടല്ലോ, സെന്റർ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ 2 തീറ്റ, അതിന്റെ ഹാഫ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണ്. റേഡിയസ് ഒ ബി എന്ന് പറയുന്ന റേഡിയസ് ആർ ആണ്. അങ്ങനെയാണ് ഈ റേഡിയസിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഒന്ന് റിസോൾവ് ചെയ്യുക. ഓക്കെ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, തീറ്റ ആംഗിൾ ഉണ്ട്. അപ്പൊ അതിനെ വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യാണ്, നമുക്ക് കിട്ടും ആർ സൈൻ തീറ്റ. അപ്പൊ ആ ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യുന്നതിന് ഈക്വൽ ആണല്ലോ ബി സി. ഓക്കെ, അപ്പൊ ബി സി എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കിട്ടും. ദെൻ ഒ സി എന്ന് പറയുന്നത് ആറിനെ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യുക, ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് ഒ സി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ബി സി എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ, ഒ സി എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ. നമ്മളുടെ ഇക്വേഷനകത്ത് ബി സിക്കും ഒ സിക്കും ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആർ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ സൈൻ തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ ഡിവൈഡ് ബൈ 2. ഓക്കെ, ആ 2 ആദ്യമേ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയരുത്. ഇവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ആർ സ്ക്വയർ തീറ്റ മൈനസ് ആറും കൂടെ വരുമ്പോൾ ഇവിടെ ഒരു ആർ സ്ക്വയർ വരും ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണ്. ടെക്നോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ പഠിക്കുന്നതാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സൈൻ 2 തീറ്റ. അപ്പൊ ഇവിടെ ആർ സ്ക്വയർ തീറ്റ മൈനസ് ആർ സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 അവിടെ ഉണ്ട്. ഓക്കെ, ആദ്യമേ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ സൈൻ 2 തീറ്റ ബൈ 2 നിരണം വരും. അപ്പൊ എന്തായാലും 2 അവിടെ വരും. ഇനി ഇതിനകത്ത് കോമൺ ടേംസ് എടുക്കുക. ആർ സ്ക്വയർ കോമൺ ആണ്, ബാക്കി വരുന്നത് തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2. ഓക്കെ, ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദി എ ബി സി, സോറി എ ഡി ബി എ. എ ഡി ബി യുടെ ഏരിയ ആണ് നമ്മളുടെ, അല്ലെ വെക്റ്റഡ് ഏരിയയുടെ ഫോർമുല ആണ് ആർ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2. ഇത്രയും കാര്യം നോട്ട് ചെയ്യുക. സർക്കുലർ ചാനലിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല 2r തീറ്റ, ഏരിയയുടെ ഫോർമുല ആർ സ്ക്വയർ ഇൻറ്റു, അല്ല നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഡിറൈവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക ആൻസർ ആർ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2. ഇനി നമുക്ക് വേണ്ടത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് വേണം. എം ഈസ് ഈക്വൽ ടു എ ബൈ പി. എയുടെ ഫോർമുല നമുക്കറിയാം ആർ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ പെരിമീറ്ററിന്റെ ഫോർമുല 2r തീറ്റ. അപ്പൊ ആർ സ്ക്വയറും ആറും കൂടെ ക്യാൻസൽ ആയിപ്പോൾ ബാക്കി 6 ന്യൂമറേറ്ററി വരും, ആർ ബൈ 2 തീറ്റ ഇൻറ്റു തീറ്റ സൈൻ 2 തീറ്റ ബൈ 2. ഓക്കെ, അപ്പൊ ഏരിയ കിട്ടി, പെരിമീറ്റർ കിട്ടി, എം കിട്ടി. അതിനാണ് ഡിസ്ചാർജ് ഫോർമുല ക്യൂ ഇസ് ഈക്വൽ ടു എ സി റൂട്ട് എം ഐ.
ഇത്രയും ബേസിക് ആണ് സർക്കുലർ ചാനലിന്റെ നമ്മളുടെ ഏരിയയും ബേസിക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ആണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. Find the discharge through a circular pipe of diameter 3 meter if the depth of water in the pipe is 1 meter and the pipe is laid at a slope of 1 in 1000. Take the value of Chess constant as 70. ഡയറക്റ്റ് ഫോർമുല ആണ്, സിമ്പിൾ ഫോർമുല ആണ്. നോക്കിയേ, ഡിസ്ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചെസീസ് കോൺസ്റ്റന്റ് തന്നിട്ടുള്ളത് ചെസീസ് ഡിസ്ചാർജ് വെച്ച് യൂസ് ചെയ്യാനാണ്. അപ്പൊ Q is equal to AC root MI ആണ് നമ്മളുടെ ഫോർമുല വരുന്നത്. ഓക്കെ, ഡിസ്ചാർജ് ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏരിയ വേണം, എം വേണം. എം വേണമെങ്കിൽ പെരിമീറ്ററും വേണം. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് ദി ചാനൽ, ഡയമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 3 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്ര? 1.5 മീറ്റർ ആണ് റേഡിയസ് വരുന്നത്. പക്ഷെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 1 മീറ്ററേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മുടെ സെന്ററിൽ നിന്ന് കുറച്ചും കൂടെ താഴെയായിട്ടാണ് നമ്മുടെ 1 മീറ്റർ നിൽക്കുന്നത്. ബിക്കോസ് OD എന്ന് പറയുന്ന ഡെപ്ത് എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് 1.5 ആണ്. അതിലും കുറച്ചാണ് ഡെപ്ത് ഉള്ളത്. ഓക്കെ, റേഡിയസ് 1.5, ഡെപ്ത് 1 മീറ്റർ. നമ്മൾ പഠിച്ചതുപോലെ ചെയ്യുക. I എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 in 1000. ചെസീസ് കോൺസ്റ്റന്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ OC എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത ഹൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഇവിടെ നമുക്ക് റേഡിയസ് എല്ലാം തന്നതുകൊണ്ട് എന്താ നമുക്ക് തീറ്റ വെച്ച് റിസോൾവ് ഒന്നും ചെയ്യേണ്ട. ആദ്യമേ റിസോൾവ് ചെയ്ത് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. OC എന്ന് പറയുന്നത് OD മൈനസ് AD ചെയ്താൽ മതി. OD എന്ന് പറയുന്നത് 1.5 ആണ്, AD എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് OCയുടെ വാല്യൂ കിട്ടും 0.5. അതുപോലെ AO, ഓക്കെ, AO എന്ന് പറയുന്നത് റേഡിയസ് ആണ് 1.5. അപ്പൊ ഇത് നോക്കിയേ, അപ്പൊ ഇവിടെ നമുക്കിനി എന്ത് വേണം? AC വാല്യൂ വേണം, അല്ലെ BC വേണം. അപ്പൊ AC BC വേണമെങ്കിൽ, അല്ലെ ഡയറക്റ്റ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വേണം? തീറ്റ വേണം. അപ്പൊ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു ട്രയാങ്കിളിനകത്ത് സൈഡ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, OC ഉണ്ട്, AOയും ഉണ്ട്. അപ്പൊ നമുക്ക് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ്, OC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, OC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് OA ആണ്. അപ്പോൾ OCയുടെ വാല്യൂ 0.5, OAയുടെ വാല്യൂ 1.5, തീറ്റയുടെ വാല്യൂ കോസ് തീറ്റ ഈസ് 1/3, then theta is the cos inverse 1/3. നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 70.53 ഡിഗ്രി കിട്ടും. അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈഡ് ബൈ പൈ ബൈ 180. ഓക്കെ, ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? പൈ ബൈ 180 ചെയ്യുമ്പോൾ നമുക്ക് റേഡിയനി കിട്ടും. ഓക്കെ, നമുക്ക് ആ തീറ്റയുടെ വാല്യൂ റേഡിയനി കിട്ടി. ഇനി നമ്മളുടെ ഫോർമുലാസിലോട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെറ്റഡ് പെരിമീറ്ററിന്റെ ഫോർമുല എന്തായിരുന്നു? P is equal to 2r തീറ്റ. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. അപ്പൊ 2 ഉണ്ട്, r ഉണ്ട്, തീറ്റ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3.69 മീറ്റർ. നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറയുന്നത് റേഡിയനിലാണ്. അതുകൊണ്ടാണ് റേഡിയനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. Then vetted perimeter അല്ലെ vetted area is given by the formula r square into theta minus sin 2 theta by 2. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി ഒന്നും കൂടെ ആദ്യം തൊട്ട് ഡിറൈവ് ചെയ്ത് എടുക്കാനുള്ള സമയമില്ല. അപ്പൊ ഈ രണ്ട് ഫോർമുലാസും അതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. ആർ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2. തീറ്റയുടെ അവിടെ എന്താ? 1/23. സൈൻ തീറ്റ വരുമ്പോൾ അവിടെ ഡിഗ്രിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 70.53 ആണ് നമ്മളുടെ ഡിഗ്രിയിലുള്ളത്, ഡിവൈഡ് ബൈ 2. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയയുടെ വാല്യൂ കിട്ടും. വെറ്റഡ് ആണ് 2.06 മീറ്റർ സ്ക്വയർ. Therefore, M എന്ന് പറയുന്ന ഏരിയ ബൈ പെരിമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ ഇക്വേഷൻ Q is equal to AC root MI. A ഉണ്ട്, C ഉണ്ട്, റൂട്ട് ഓഫ് M നമുക്കറിയാം. ഐയുടെ വാല്യൂ ഗിവൺ ആണ്, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഈ പെരിമീറ്ററിന്റെ ഏരിയയുടെ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. 2r തീറ്റ. സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഡിങ്ക് മറന്നു പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഡിറൈവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഡെറിവേഷൻ അല്ല വേണ്ട, വാല്യൂസാ വേണ്ടേ. അപ്പൊ എയുടെയും പിയുടെയും ഒക്കെ വാല്യൂസ് അതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളുടെ ജസ്റ്റ് ഒരു ബേസിക്. ഇനി സർക്കുലർ സെക്ഷന്റെ മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻസ് നമുക്ക് എത്രമാത്രം ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം, എത്രമാത്രം വെലോസിറ്റി അവിടെ കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം എക്കണോമിക്കൽ സെക്ഷനകത്ത്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രപ്പിസോഡൽ സെക്ഷനകത്തും നമ്മളുടെ റെക്ടാങ്കുലർ സെക്ഷനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കണ്ടീഷൻ എടുത്തിട്ടുള്ള ഏത്? പെരിമീറ്റർ ഷുഡ് ബി മിനിമം. ഒരു കണ്ടീഷൻ, പെരിമീറ്റർ മിനിമം ആക്കിയ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഡെറിവേഷൻസ് ഒക്കെ ചെയ്തത്. പക്ഷേ സർക്കുലർ സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്.
ഒന്ന് കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി ആൻഡ് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ആദ്യത്തേനകത്ത് ഏതാ? മാക്സിമം ഡിസ്ചാർജ് കിട്ടാൻ പെരിമീറ്റർ മിനിമം ആക്കണം, ആ ഒരു കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. സർക്കുലറിനകത്ത് വരുമ്പോൾ ഏതിന്റെ കൂടെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക? കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി. ഓക്കെ, most economical circular section we have discussed on the above chapter, that is that the most economical section the discharge for a constant cross sectional area, slope of bed and resistance coefficient is maximum. Okay, ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്തത്. But in case of circular channel, the area of flow cannot be maintained constant. Okay, circular channel area of flow depth നമുക്ക് കറക്റ്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ വെലോസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നതനുസരിച്ച് ഇടയ്ക്ക് ഫ്ലോ നിൽക്കുന്ന ഒബ്സ്ട്രക്ഷൻ വരുന്നതൊക്കെ ആകുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് വരും. ആ ഡെപ്തിനകത്ത് ഒരുപാട് വേരിയേഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യും. With the change of depth of flow in circular channel of any radius, the wetted area and wetted perimeter change. Okay, അപ്പൊ ഏരിയ നമ്മൾ ആദ്യം പറഞ്ഞെടുത്ത് രണ്ടും ഏരിയ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഏരിയയെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് പെരിമീറ്റർ മാത്രം വേരി ചെയ്യിക്കാൻ പറ്റത്തില്ല, രണ്ടും വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സർക്കുലർ ചാനലിനകത്ത് ഏതൊക്കെ വേരി ചെയ്യുന്നുണ്ട്? വെറ്റഡ് ഏരിയ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ചേഞ്ചസ്. Thus, in case of circular channel, for most economical section, two separate conditions are obtained. Okay, first condition for maximum velocity എടുക്കുക and second condition for maximum discharge. Okay, അപ്പോൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേനകത്ത് ഞാൻ ഈ കണ്ടീഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ് ഇതിന്റെ പ്രോബ്ലംസ് പറയാം. അപ്പോൾ ഈ കണ്ടീഷൻസ് നിങ്ങളൊന്ന് ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി ഫോർ സർക്കുലർ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ട ഫിഗർ ആണ്. ഓക്കെ, അതിന് ഡി നമുക്കറിയാം, ഡെപ്ത് ഓഫ് വാട്ടർ 2 തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ബൈ വാട്ടർ സർഫസ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ചാനൽ ആൻഡ് ഐ ഈസ് ദ സൈഡ് സ്ലോപ്പ്. ഓക്കെ, ഇനി കണ്ടീഷൻ നോക്കിയാൽ കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയുടെ ഫോർമുല എടുക്കുക, യൂസ് സ്റ്റെസിസ് ഫോർമുല, വി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഐ. ഓക്കെ, ഇനി എം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ബൈ പെരിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ എ സർക്കുലർ ചാനൽ വിൽ ബി മാക്സിമം when the hydraulic mean depth m or a by p is maximum for a given value of c and i. പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വെലോസിറ്റി മാക്സിമം ആക്കി വെക്കണം. അപ്പൊ വെലോസിറ്റി മാക്സിമം ആക്കണമെങ്കിൽ എമ്മിന്റെ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം എന്ന് പറയുന്നത് എ ബൈ പി ആണ്. അപ്പൊ എ ബൈ പി മാക്സിമം ആക്കുവാണെങ്കിൽ വെലോസിറ്റി നമുക്ക് മാക്സിമം കിട്ടും. കാരണം നേരത്തെ എല്ലാം പി നമ്മൾ മിനിമം ആക്കി വെച്ചിരിക്കുന്നതിന് കാരണം ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. ഇവിടെ എയും പിയും നമ്മുടെ വേരി ചെയ്യുന്നതുകൊണ്ട് എ ബൈ പി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ മാക്സിമം ആക്കുക. എ ബൈ പി ടേം കൂടുവാണെങ്കിൽ വെലോസിറ്റി കൂടും. അപ്പൊ വി മാക്സിമം ആക്കണമെങ്കിൽ എ ബൈ പി മാക്സിമം ആക്കുക. ഓക്കെ, ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സി ആൻഡ് ഐ. ഇൻ കേസ് ഓഫ് സർക്കുലർ പൈപ്പ് the variable is theta only. അപ്പൊ എയും പിയും നമുക്ക് മാക്സിമം ആക്കണമെങ്കിൽ അവിടെ ഏത് വേരി ചെയ്തുകൊണ്ടിരിക്കണം? തീറ്റ എന്ന് പറയുന്ന ടേം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കണം. Hence, for maximum value of a by p, we have the condition d of a by p. Okay, dm, that is da by p in terms of ഏത് ചെയ്യുക? തീറ്റ ചെയ്യുക. തീറ്റ മിനിമം ആക്കണം, a by p മാക്സിമം ആക്കണം. Okay, അപ്പൊ da by p by d theta is equal to 0. Okay, where a and p both are the functions of theta. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എയുടെ ഫോർമുല അറിയാം, പിയുടെ ഫോർമുല അറിയാം. ഓക്കെ, എയുടെ ഫോർമുല എന്തായിരുന്നു? ആർ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ബൈ 2 ആൻഡ് പിയുടെ ഫോർമുല 2r തീറ്റ. അപ്പൊ ഇതിനെ നമ്മൾ ഓരോന്നും ഇപ്പൊ ഇച്ചിരി ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനുള്ള സമയം നമുക്ക് എടുക്കും. പക്ഷെ കണ്ടീഷൻ മനസ്സിലാക്കുക. ആദ്യത്തേനകത്തെല്ലാം പറഞ്ഞത് ഡി പി ബൈ ഡി ഡി ആയിരുന്നു. ഇവിടെ ഡി എ ബൈ പി ഡിവൈഡഡ് ബൈ ഡി തീറ്റ ആണ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പി ഓഫ് നോക്കിയേ, ഈ രണ്ട് ടേംസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ. നിങ്ങൾ അവിടെ ഒന്ന് എഴുതി നോക്കണേ, എല്ലാവരും എഴുതി നോക്കണേ. ഇതിനകത്ത് എയും പിയും നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡി എ ബൈ പി, സോറി, ഓക്കെ ഓക്കെ ഇവിടെ നമ്മളാകുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ആ ഒരു ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡിനോമിനേറ്റർ പി ഇൻറ്റു ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി തീറ്റ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ പി ഇൻറ്റു ഡി എ ബൈ ഡി തീറ്റ മൈനസ് എ ഡി പി ബൈ ഡി തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ
ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ പഠിച്ച കാര്യമാണ് ഈക്വൽ ടു 0. അപ്പൊ ഇനി നോക്കിയേ, ഈ പി എ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് 0 ആവും. ബാക്കി വരുന്നത് പി ഡി എ ബൈ ഡി തീറ്റ മൈനസ് എ ഡി പി ബൈ ഡി തീറ്റ. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഡി എ ബൈ ഡി തീറ്റ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡി പി ബൈ ഡി തീറ്റ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡി എ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു, നമ്മൾ ഇത് ആൻസർ അങ്ങ് എഴുതിയിരിക്കുവാണ്, ആർ സ്ക്വയർ ഇൻറ്റു ഇതാണ്ട് ഈ ഡി എ ബൈ ഡി തീറ്റയ്ക്ക് ചെയ്യുക. അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റായി ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ 2 തീറ്റായി ചെയ്യുമ്പോൾ കോസ് 2 തീറ്റ ബൈ 2 ഇൻറ്റു 2 വരും. അപ്പൊ നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ. ഞാനിതിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ ഇത് പഠിച്ച കാര്യങ്ങളാണ്, ഡെറിവേറ്റീവ് അത് നമ്മൾ മാത്സും കൂടെ പഠിക്കാനുള്ള നമുക്ക് പറ്റത്തില്ല. സോ നിങ്ങൾ ഈ ഒരു ടേമിന്റെ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ഇനി ഡി പി ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ പിയുടെ ഫോർമുല 2r തീറ്റ ആണ്. അപ്പൊ 2r കോൺസ്റ്റന്റ് ആണ്. അപ്പം ചെയ്യുമ്പോൾ ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 2r കിട്ടും. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന രണ്ട് വാല്യൂസ് നമ്മൾ ഈ ഫോർത്ത് ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ബാക്കി സോൾവ് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക, കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക, തീറ്റയുടെ ടേംസ് ഒക്കെ വരും. അവസാനം നമ്മൾ റിസൾട്ട് ഇവിടെ ഒരു പ്ലസ് തീറ്റ മൈനസ് തീറ്റ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ തീറ്റ കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ ബൈ 2. അപ്പൊ ഈ കോസ് 2 തീറ്റ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ സൈൻ 2 തീറ്റ ബൈ കോസ് 2 തീറ്റ എങ്ങനെ എടുക്കാം, ടാൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 തീറ്റ. ഇനി 2 തീറ്റാസ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻ, ഓക്കെ, the solution of this equation by hit and trial. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരെണ്ണേ ഉള്ളൂ. ടാൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് തീറ്റയ്ക്ക് നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുക. ഇവിടെ തീറ്റ ഇപ്പൊ 10 ഡിഗ്രി നോക്കുക, 10 ഡിഗ്രി ഇപ്പൊ 10 ഡിഗ്രി കൊടുക്കുവാണെങ്കിൽ ടാൻ 2 തീറ്റ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ 2 തീറ്റ രണ്ടും കൂടി ഈക്വൽ ആവുന്നിടം വരെ നമ്മൾ ഓരോ വാല്യൂസും കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു തീറ്റയുടെ വാല്യൂ ആണ് 128 ഡിഗ്രി 45 മിനിറ്റ്. അപ്പൊ നിങ്ങൾ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ ആൻസർ ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ ഡൗട്ട് ഉള്ള ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ വാല്യൂസും തീറ്റയ്ക്ക് കൊടുത്തിട്ട് ടാൻ 2 തീറ്റയും സെയിം ആവുന്നിടം വരെ നമ്മൾ ആ ഒരു ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വെലോസിറ്റി വരുന്ന കണ്ടീഷനിൽ മാക്സിമം തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി 45 മിനിറ്റ്. ഓക്കെ, 128 ഡിഗ്രി 45 മിനിറ്റ്സ് ആണ് വെലോസിറ്റി വരുന്ന കണ്ടീഷനകത്തെ മാക്സിമം തീറ്റ വാല്യൂ. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് ഫ്ലോയുടെ കണ്ടീഷൻ അറിയണമല്ലോ. അപ്പൊ തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി എത്രമാത്രം ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇക്വേഷനിലോട്ട് പോയാൽ മതി, ഫോർമുലയിലോട്ട് പോയാൽ മതി. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒ ഡി മൈനസ് ഒ സി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഒ ഡി മൈനസ് ഒ സി. ഒ ഡി എന്ന് പറയുന്ന റേഡിയസ് ആണ് ആർ, ഒ സി എന്ന് പറയുന്ന ആർ കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ നമുക്കുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി നമുക്ക് ഇൻ ടേംസ് ഓഫ് ആർ ഇ കിട്ടും. എന്ന് പറഞ്ഞാൽ നോക്കിയാ 1.62 ആർ ആണ് ഡിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി ആ ആറിനെ നമ്മൾ ഡയമീറ്ററിന്റെ ടേമിലോട്ട് ആക്കുവാണ്. ആറിനെ നമുക്ക് എങ്ങനെ ഡി ബൈ 2 എന്ന് എഴുതാം. അപ്പം ദാറ്റ് ഈസ് 0.81 ഡി. അപ്പൊ നമ്മളുടെ കണ്ടീഷൻ ഏതൊക്കെയാ, ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സർക്കുലർ സെക്ഷനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. വെലോസിറ്റിയുടെ കണ്ടീഷന് മാക്സിമം വെലോസിറ്റി ഉണ്ട്, മാക്സിമം ഡിസ്ചാർജും ഉണ്ട്. മാക്സിമം വെലോസിറ്റി ചെയ്യുമ്പം എ ബൈ പി എന്ന് പറയുന്ന ടേം മാക്സിമം ആയിരിക്കണം. എ ബൈ പി എന്ന് പറയുന്ന ടേം മാക്സിമം ആവണമെങ്കിൽ നമ്മൾ തീറ്റയിൽ ഡെറിവേറ്റീവ് എടുക്കുക. ദെൻ തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി 45 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, തീറ്റയുടെ വാല്യൂ ആണ് 128.45 ഡിഗ്രി. ഇനി അത് വെച്ച് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0.81 ഡി. ഓക്കെ, ഇനി ഒരെണ്ണം പഠിച്ചാൽ മതി, 0.81 ഡി. ഇനി റേഡിയസിലാണ് ഇൻറ്റു 2 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 0.81 ഡി ആണ് നമ്മളുടെ, ഡി മീൻസ് ഡയമീറ്റർ. എത്രമാത്രം ഡയമീറ്റർ ഉണ്ടോ ആ സർക്കുലർ പൈപ്പിന് അതിന്റെ 0.81 ടൈംസ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം അവിടുത്തെ ഔട്ട്പുട്ട് കിട്ടും. മാക്സിമം വെലോസിറ്റി എടുക്കേണ്ട കണ്ടീഷൻ അതായിരിക്കണം. ഓക്കെ, 0.81 ഡി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡെപ്തിന്റെ 0.81 ടൈംസിലായിരിക്കണം. അപ്പൊ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, തന്നിരിക്കുന്ന ഡയമീറ്ററിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഏത് വരുന്നത്, നമ്മളുടെ ഡെപ്ത് ഓഫ് വാട്ടർ അതിനകത്ത് വരുന്നത്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഇത് വെച്ച് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം, എ ബൈ പി കാൽക്കുലേറ്റ് ചെയ്യാം. എ ബൈ പി ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലക്കകത്ത് ഈ തീറ്റയുടെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ എമ്മിന്റെ വാല്യൂ കിട്ടുന്നത് 0.3 ഡി. ഓക്കെ, ആ രണ്ട് വാല്യൂ, ഈ ഒരു കണ്ടീഷനും കൂടെ ഓർത്ത് വെക്കുക. ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സർക്കുലർ സെക്ഷൻ ദ മീൻ
ഡയമീറ്റർ അല്ല മീൻ റേഡിയസ് അല്ല ഹൈഡ്രോളിക് റേഡിയസ് പല രീതിയിലും പറയും. മീൻ ഡെപ്ത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ല ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് 0.3D ആയിരിക്കണം. അപ്പൊ 0.81D ആണ് ഡെപ്ത്, എം എന്ന് പറയുന്നത് 0.3D ആണ്. ഓക്കെ, that is the maximum for maximum velocity the hydraulic mean depth is equal to 0.3 times the diameter of circular channel. ഇത് വെലോസിറ്റിയുടെ കണ്ടീഷൻ മാത്രമാണ്. എഴുതി നോക്കണം, 2 or 3 തവണ എഴുതി നോക്കി നല്ല ക്ലിയർ ആക്കിയാൽ നമുക്കിത് ഡെറിവേഷൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ ആണ്. കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ സർക്കുലർ സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കിയേ, അത് ആദ്യമേ വെലോസിറ്റിയുടെ ഫോമുലയാണ് എവിടെ എടുത്തേ, വെലോസിറ്റിയുടെ കേസ് ഇവിടെ ഡിസ്ചാർജിന്റെ ഫോമുല എടുക്കുക. ഡിസ്ചാർജിന്റെ ഫോമുല AC√mi. ഇതിനകത്ത് നമുക്കറിയാം എ എന്ന് പറയുന്നത് വേരിയബിൾ ടേം ആണ്. അപ്പം എമ്മിനെ നമ്മൾ A/P എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി എയെ നമ്മൾ റൂട്ടിനകത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ A² വരും, A×A² A³ വരും. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ A³/P നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫോമുല Q is equal to C√A³/Pi ആണ്. ബിക്കോസ് എയും പിയും വേരിയബിൾ ആയതുകൊണ്ടാണ്, നമ്മൾ വേരി ചെയ്യുന്ന ടേം ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടേമിനെ അകത്തോട്ട് കൊണ്ടുപോയത്. ഇനി നോക്കിയേ, the discharge will be maximum for constant value of C and I when A³/Pi is maximum. Okay, A³/P will be maximum when d/d theta of A³/P is equal to 0. ബാക്കി എല്ലാം നമ്മൾ പറഞ്ഞതുപോലെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് A/Pക്ക് വരെ A³/P വന്നു. അപ്പൊ A³ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, ദെൻ P യെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ A³/P എങ്ങനെയാണ്, P into denominator into 3A² into dA/d theta minus numerator A³ into dP/d theta the whole divided by P². P² റൈറ്റ് സൈഡിലോട്ട് പോയി ക്യാൻസൽ ആവും, ബാക്കി ടേംസ് എഴുതുക. ഇനി dAയും dA/d theta കാൽക്കുലേറ്റ് ചെയ്യുക, dP/d theta കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം A² A³ ഉണ്ട്. അപ്പൊ ഇതിനെ A² കോമൺ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ടേം അവിടെ ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 3P dA/d theta മൈനസ് A into dP/d theta. ഓക്കെ, ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തെടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യുക. dAയും dP/d thetaയും dA/d thetaയും കൊണ്ട് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് എങ്ങനെ വരും, ഇവിടെ നോക്കിയേ, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 തീറ്റ. നോക്കിയേ, ഈ ഫോർമുലയിലോട്ട് cos തീറ്റ മൈനസ് 4 തീറ്റ മൈനസ് 6 തീറ്റ cos തീറ്റ പ്ലസ് sin 2 തീറ്റ ഈക്വൽ ടു 0. ഇവിടെ ഈ പറയുന്ന പോലെ തീറ്റയ്ക്ക് ഓരോ വാല്യൂസ് കൊടുത്ത് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് ഒരു തീറ്റ എന്ന് പറയുന്നത് 5 ഡിഗ്രി അല്ല തീറ്റ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി എത്ര ആയിക്കോട്ടെ. അപ്പൊ ഇതിനകത്ത് ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 വരുവാണെങ്കിൽ അവിടെ വെച്ച് നമ്മളുടെ ആ ഒരു കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന വാല്യൂ ആണ് 2 തീറ്റയുടെ വാല്യൂ ആണ് 308. ദാറ്റ് ഈസ് തീറ്റ എന്ന് പറയുന്നത് 154 ഡിഗ്രി. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കി വെക്കുക. A³/P ആണ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻ ടേംസ് ഓഫ് തീറ്റ, ദെൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനകത്ത് കണ്ടുപിടിക്കണമെങ്കിൽ വേറെ മാർഗ്ഗവുമില്ല, ട്രയൽ ആൻഡ് എറർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവസാനത്തെ ഫൈനൽ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. വെലോസിറ്റിയിൽ 154 ആണ് പറഞ്ഞത്, സോറി വെലോസിറ്റിയിൽ 128 ഡിഗ്രി ആണ് പറഞ്ഞത്, ഇവിടെ 154 ഡിഗ്രി ആണ്. ഓക്കെ, ഡിസ്ചാർജിന്റെ കേസിൽ തീറ്റയുടെ വാല്യൂ 154 ഡിഗ്രി. ഇനി അതുപോലെ തന്നെ ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. r മൈനസ് r കോസ് തീറ്റ, r കോമൺ ആയിട്ട് എടുക്കുക, 1 മൈനസ് കോസ് തീറ്റ, തീറ്റയുടെ അവിടെ 154 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.95D ആയിരിക്കും. അപ്പൊ മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ നമ്മളുടെ ഡെപ്ത് എത്ര പ്രൊവൈഡ് ചെയ്യണം, 0.95 ടൈംസ് D പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എമ്മിന്റെ വാല്യൂ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. dA/P വെച്ചിട്ട് എമ്മിന്റെ വാല്യൂ അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ എമ്മിനകത്തൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അതൊരു നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എഴുതുക. എനിക്ക് ആൻസർ വേണം എമ്മിന്റെ വാല്യൂന്റെ, അത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഡെറിവേഷൻ പഠിക്കാം. നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, പക്ഷെ ഡെറിവേഷനും ചോദിക്കാം, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സർക്കുലർ ചാനലിന്റെ മാക്സിമം വെലോസിറ്റിയുടെ കണ്ടീഷനും മാക്സിമം ഡിസ്ചാർജിന്റെ കണ്ടീഷനും നല്ല രീതിയിൽ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ഡിസ്ചാർജ് കണ്ടീഷൻ ആംഗിൾ 154, തീറ്റ ഡെപ്ത് എന്ന് പറയുന്നത് 0.95D.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തേക്ക് പഠിച്ചാൽ മതി. നെക്സ്റ്റ് പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.